السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. لن ينال الله لحومها ولا دماؤها ولكن يناله التقوى منكم كذلك سخرها لكم لتكبروا الله على ما هداكم وبشر المحسنين. ഈ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഓർക്കുക, ഈ കുർബാനികളുടെ മാംസമോ രക്തമോ അള്ളാഹുവിലേക്ക് എത്തുന്നതല്ല, നിങ്ങളുടെ ഹൃദയത്തിലെ തഖ്വയാണ് അള്ളാഹുവിലേക്ക് എത്തിച്ചേരുക. യഥാർത്ഥത്തിൽ ഇങ്ങനെ അള്ളാഹു ഈ കുർബാനികളുടെ അത് നിങ്ങൾക്ക് സേവനത്തിന് വേണ്ടി നൽകിയിരിക്കുകയാണ്. ഈ ബലിമൃഗങ്ങളെ അള്ളാഹുവിൻ്റെ നിർഭാഗ്യം നൽകിയതിൻ്റെ കാരണത്താൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കുക, അള്ളാഹുവിന് മുസ്ലിങ്ങൾക്ക് നീ സ്വാർത്ഥ നൽകുകയും ചെയ്യുക. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത് സംബന്ധമായി പറയുന്നു, പ്രകൃതി നിയമം നേരത്തെ തന്നെ ഉള്ളത് എല്ലാം തന്നെ പരിപൂർണമായിരിക്കുന്ന മഅരിഫത്ത് മുഖേനയാണ് ലഭിക്കുക. പരിപൂർണമായ മഅരിഫത്ത് ദൈവജ്ഞാനം ലഭിച്ചാലാണ് എല്ലാം നമുക്ക് ലഭിക്കുക. തഖ്വയുടെ ഉന്നതമായ സ്ഥാനം അതാണ്. സ്നേഹത്തിൻ്റെ യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അള്ളാഹുവിനോടുള്ള ഭയം, അള്ളാഹുവിനോടുള്ള സ്നേഹം എല്ലാം തന്നെ നമുക്ക് ലഭിക്കുന്നത് പൂർണ്ണമായും അള്ളാഹുവിൻ്റെ സ്ഥാനത്തെ സംബന്ധിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം നമുക്കുണ്ടാകുമ്പോഴാണ്, യഥാർത്ഥ ദൈവജ്ഞാനം ലഭിക്കുമ്പോഴാണ്. യഥാർത്ഥത്തിൽ പരിപൂർണമായിരിക്കുന്ന ദൈവജ്ഞാനം ലഭിച്ചവർക്ക് അവർക്ക് അള്ളാഹുവിനോടുള്ള ഭയവും സ്നേഹവും പൂർണ്ണമായി അവർക്ക് ലഭിക്കുന്നതാണ്. പൂർണ്ണമായും ഭയവും സ്നേഹവും ലഭിച്ചവർക്ക് പൂർണ്ണമായും പാപത്തിൽ നിന്നുള്ള മോചനം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ചെറിയ തെറ്റുകൾ നമ്മളിൽ നിന്നുണ്ടാകുന്നു. അതിൽ നിന്ന് അശ്രദ്ധരായി അതെല്ലാം തന്നെ വകവെക്കാതെ നമ്മൾ മുന്നേറുമ്പോഴാണ് അള്ളാഹുവിൻ്റെ പിടുത്തമുണ്ടാകുന്നത്. അത് ഈ മോക്ഷത്തിന് വേണ്ടി ഒരു രക്തത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു കുരിശ് മരണത്തിൻ്റെയോ ആവശ്യം നമുക്കില്ല. അതല്ലെങ്കിൽ ഒരു പരിഹാര സിദ്ധാന്തത്തിൻ്റെ ആവശ്യം നമുക്കില്ല. നമ്മളൊരു ത്യാഗത്തെയാണ് ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെ നഫ്സിൻ്റെ കുർബാനിയാണ്, ത്യാഗമാണ്. അത് നമ്മുടെ പ്രകൃതം അതാണ് ആവശ്യപ്പെടുന്നത്. അങ്ങനെയുള്ള ത്യാഗത്തെ സംബന്ധിച്ചാണ് യഥാർത്ഥത്തിൽ മറ്റൊരു പേരിൽ ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാമിൻ്റെ അർത്ഥം എന്നുള്ളത് അറുക്കപ്പെടുന്നതിന് വേണ്ടി കഴുത്ത് മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ്. പരിപൂർണ്ണ തൃപ്തിയോടുകൂടി തൻ്റെ ആത്മാവിനെ അള്ളാഹുവിൻ്റെ സവിധത്തിൽ സമർപ്പിക്കുക. അറുക്കാൻ വേണ്ടിയും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി തൻ്റെ കഴുത്ത് മുന്നോട്ട് വെക്കുക ദൈവത്തിന് മുമ്പിൽ. പരിപൂർണ്ണ സ്നേഹം, തൻ്റെ പ്രീതിയോടുകൂടി, അതായത് പരിപൂർണ്ണ സ്നേഹം ഉണ്ടാകുമ്പോഴാണ് ഈ കഴുത്ത് നമ്മൾ നീട്ടിക്കൊടുക്കുക. അതല്ലാതെ നമുക്ക് യഥാർത്ഥത്തിലുള്ള ത്യാഗം ചെയ്യാൻ സാധിക്കുകയില്ല. പരിപൂർണമായ ജ്ഞാനം ലഭിക്കുമ്പോഴാണ് പരിപൂർണമായ സ്നേഹം ലഭിക്കുക. ആ സ്നേഹം ലഭിക്കുന്നത് മനുഷ്യൻ അള്ളാഹുവിനെക്കുറിച്ചുള്ള യഥാർത്ഥ അള്ളാഹുവിൻ്റെ സ്ഥാനത്തെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവുണ്ടാകുമ്പോഴാണ്. ഇസ്ലാം എന്ന് പറയുന്ന വാക്ക് നമ്മളോട് സൂചന നൽകുന്നത് യഥാർത്ഥ ത്യാഗത്തിന് വേണ്ടി പരിപൂർണ്ണ ജ്ഞാനവും പരിപൂർണമായ സ്നേഹവും ആണ് ആവശ്യമായിട്ടുള്ളത്. മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല.
ആയത്തിൽ അള്ളാഹു പറയുന്നതാണ്, അള്ളാഹുവിന് വേണ്ടത് നിങ്ങളുടെ കുർബാനിയുടെ രക്തമോ മാംസമോ അല്ല, മറിച്ച് നിങ്ങളുടെ അള്ളാഹുവിലേക്ക് എത്തുന്നത് നിങ്ങളുടേതായിരിക്കുന്ന ത്യാഗമാണ്, നിങ്ങളുടെ ഹൃദയത്തിലുള്ള തക്വയാണ്. എന്നോട് നിങ്ങൾ സ്നേഹിക്കുക, എന്നെ നിങ്ങൾ ഭയപ്പെടുക, എന്നെ നിങ്ങൾ തക്വ സ്വായത്തമാക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ പരിപൂർണമായിരിക്കുന്ന ഹൃദയ പരിശുദ്ധി അത് ആർജിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ത്യാഗം. അത് രക്തവും മാംസവും അല്ല യഥാർത്ഥ ത്യാഗങ്ങൾ. കുർബാനി അതല്ല. സാധാരണക്കാർ മൃഗങ്ങളെ കുർബാനി ചെയ്യുമ്പോൾ ദൈവിക സാമീപ്യം ലഭിച്ചവർ അവർ ഹൃദയങ്ങളെയാണ് കുർബാൻ ചെയ്യുന്നത്. അതായത് മൃഗങ്ങളുടെ കുർബാനി എന്നുള്ളത് അത് നിർത്താത്തതിനുള്ള കാരണം ഈ കുർബാനി ഈ മനുഷ്യനുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് ഇത് നിർത്താത്തത്. അത് മനുഷ്യനും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ്, മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി. ഇങ്ങനെയുള്ള ത്യാഗങ്ങളെ നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഒരു മൃഗം തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി ത്യജിക്കുന്നത് പോലെ നിങ്ങളും ഇതേപോലെ നിങ്ങളുടെ ജീവൻ അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ സമർപ്പിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുക. അവൻ്റെ കൽപ്പനകളെ വരുത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ കഴിവുകൾ പൂർണ്ണമായി വിനിയോഗിക്കുക. ജീവൻ വറിയേൽപ്പിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പൂർണ്ണമായും നടപ്പിൽ വരുത്താൻ വേണ്ടി, അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടി, അവനോടുള്ള സ്നേഹം കരസ്ഥമാക്കുന്നതിന് വേണ്ടി നിങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ എല്ലാ കഴിവുകളും വേണ്ടി വിനിയോഗിക്കുക. അള്ളാഹു ഇസ്ലാമിക ശരീഅത്തിൽ പല കൽപ്പനകൾക്കും വേണ്ടി പല മാതൃകകൾ വെച്ചിട്ടുണ്ട്. അതായത് പറയുന്നു, നിങ്ങളെല്ലാ കഴിവുകളും അനുസരിച്ച് നിങ്ങളുടെ എല്ലാ അസ്തിത്വം ഒന്നടങ്കം അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ത്യജിക്കുക. ഭൗതികമായിരിക്കുന്ന കുർബാനി എന്നുള്ളത് ഇതിനുള്ളൊരു ഉദാഹരണമാണ്. യഥാർത്ഥത്തിലുള്ള കുർബാനി എന്താണ്? അള്ളാഹു പറഞ്ഞതുപോലെ ലയ്യനാലല്ലാഹ ലുഹൂമുഹ വലാദിമാഹ വലാക്കി യനാലോ തഖ്വാ മിൻകും. അതായത് അള്ളാഹുവിൽ നിങ്ങളുടെ മാംസമോ രക്തമോ അല്ല എത്തുന്നത്, മറിച്ച് നിങ്ങളുടെ തഖ്വയാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത്. നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെടുക. അതായത് നിങ്ങൾ മരിക്കുന്നത് പോലെ അള്ളാഹുവിനെ ഭയപ്പെടുക. നിങ്ങളെ കൈകൊണ്ട് നിങ്ങൾ കുർബാനി ചെയ്യുന്നത് പോലെ, ഒളിയത്ത് ചെയ്യുന്നത് പോലെ നിങ്ങളും നിങ്ങളെ കുർബാനി ചെയ്യുക. അങ്ങനെയുള്ള തഖ്വ ഉന്നതമായിരിക്കണം, അല്ലെങ്കിൽ അത് അന്യൂനമായിരിക്കില്ല. നോമ്പ്, അതേപോലെ തന്നെ മറ്റ് ഇബാദത്തുകൾ, അതോടൊപ്പം തന്നെ സിദ്ക്ക് സത്യസന്ധതയില്ലെങ്കിൽ അതിൽ കാര്യവുമില്ല. ഈ സന്യാസിമാരും യോഗികളും ഒക്കെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ, അവർ കൈകളെല്ലാം ഉണക്കിക്കളയാറുണ്ട്, പല പ്രയാസങ്ങളൊക്കെ അവർ കാണിക്കാറുണ്ട്, പല ബുദ്ധിമുട്ടുകളും ഏർപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം ഭൗതികമായിരിക്കുന്ന പ്രയാസങ്ങൾ അവർക്കൊരു വിധത്തിലുള്ള ആത്മീയ പ്രകാശവും നൽകുന്നില്ല, അവർക്ക് ഹൃദയത്തിലൊരു സമാധാനവും ശാന്തിയും ലഭിക്കുന്നില്ല. അവരുടെ ഉള്ളടങ്കം മോശമായി കൊണ്ടിരിക്കുന്നതാണ്. അത് ആത്മീയതയിൽ ഒരു പുരോഗതി അവർക്ക് ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നിങ്ങളുടെ ത്യാഗങ്ങളുടെ, നിങ്ങളുടെ കുർബാനികളുടെ ഭൗതികമായിട്ടുള്ള അതല്ല എത്തുക, യഥാർത്ഥത്തിൽ നിങ്ങൾ ഹൃദയത്തിൻ്റെ വൈകാരികമായ ആ തഖ്വയാണ് എത്തിച്ചേരുക. അവൻ അള്ളാഹു ആഗ്രഹിക്കുന്നത് തൊലിയല്ല, കഴമ്പാണ്. ഞങ്ങൾ ചോദിക്കാറുണ്ട്, അള്ളാഹുവിന് കുർബാനി എത്തുന്നില്ലെങ്കിൽ പിന്നെ ഈ കുർബാനയുടെ കൽപ്പന എന്തിനു നൽകിയെന്ന് ഞങ്ങൾ ചോദിക്കാറുണ്ട്. അതിനുള്ള മറുപടി ഇതാണ്, പറയുന്നു, ജനങ്ങൾ അതായത് നമ്മൾക്ക് വിശന്നിരിക്കുകയാണ് നോമ്പത് എന്നുണ്ടെങ്കിൽ അതെന്തിനാണ് പിന്നെ വെറുതെ നോമ്പെടുക്കുന്നത് എന്നാണ്. ഇനി ബാഹ്യമായ നമസ്കാരമൊന്നും ഇല്ലെങ്കിൽ ബാഹ്യമായ നമസ്കാരം എന്തിനാണ് നമസ്കരിക്കുന്നത്? ആത്മീയമത പോരെ. ഇതെല്ലാം മസീഹ് അലൈഹി സ്വലാം പറയുകയാണ്, ശരീരത്തിൻ്റെ ഖിദ്മത്ത് ഉപേക്ഷിക്കുന്ന ആളുകൾ അവരുടെ ആത്മാവ് എങ്ങനെയുള്ള ത്യാഗങ്ങൾ ചെയ്യാൻ തയ്യാറായിരിക്കുകയില്ല. അതായത് ഭൗതികമായിരിക്കുന്ന ത്യാഗങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ആത്മീയമായ ത്യാഗങ്ങൾക്കും അവർ തയ്യാറാവുകയില്ല. ആത്മാവും ശരീരവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഭൗതികമായിരിക്കുന്ന ആരാധനകൾ നടത്തണം, അത് നമസ്കാരമേ, നോമ്പ് പോയി, അതുപോലെ തന്നെ ഈ കുർബാനി, ബാഹ്യമായിരിക്കുന്ന ബലി നമ്മൾ നൽകുന്നുണ്ട്. ആ ബലിയെല്ലാം തന്നെ ബാഹ്യമായ രൂപങ്ങളാണ്. പെരുന്നാളിന് നമ്മൾ മൃഗങ്ങളെ ബലിയിറക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ബാഹ്യമായിരിക്കുന്ന കാര്യങ്ങളാണ്, അത് ചെയ്യണം. അപ്പോഴാണ് ആ ശാരീരിക ഭൗതികമായി നമ്മൾ ചെയ്യുമ്പോഴാണ് ആത്മീയതയിലേക്ക് അത് കൊണ്ടുപോവുക. അതായത് ഭൗതികവും ആത്മീയവുമായിരിക്കുന്ന ബന്ധം, അത് ആ ശൃംഖല ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതായത് ആത്മീയത, നമുക്കൊരു വിനയമുണ്ടാകുമ്പോൾ അത് ഭൗതികമായിട്ട് നമ്മൾ പ്രകടമാക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ റൂഹിൽ വേറെ എന്തെങ്കിലും വിനയമാണെങ്കിൽ അത് കുമ്പിടുന്ന ഒരു രൂപം നമ്മൾ കാണിക്കാറുണ്ടല്ലോ.
നമുക്കൊരാളോട് വിനയം ഉണ്ടെങ്കിൽ നമ്മൾ തല താഴ്ത്താറുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കുമ്പിടാറുണ്ട്. അതുപോലെ തന്നെ ശരീരം നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആത്മാവും അതേപോലെ തന്നെ അതിൻ്റെ ധരിക്കുന്ന പ്രതിഫലങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ശാരീരികമായിട്ട് നമ്മളെന്താ ചെയ്യുമ്പോൾ നമ്മൾ വിനയം കൈക്കൊള്ളുന്നത് ബാഹ്യമായി കാണിക്കുമ്പോൾ അവിടെ ഹൃദയത്തിൽ നമുക്ക് അങ്ങനെ ഒരു വികാരം ഉണ്ടാവും. അത് ഈ ആത്മാവും ശരീരവും തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ബലിപെരുന്നാളിൽ നമ്മൾ ഈ കുർബാനികൾ ചെയ്യുന്നത്. ഈദുൽ അദ്ഹ ഇന്ന് നമ്മൾ ആഘോഷിക്കുകയാണ്. ഇതിന് കുർബാനികളുടെ ഈദ് എന്നും പറയാറുണ്ട്. ഇത് അതായത് ബാഹ്യമായിരിക്കുന്ന കുർബാനികൾക്ക് ആത്മീയതയിൽ സ്വാധീനം ചെലുത്തുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെയുള്ള അധ്യാപനങ്ങളനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. അതായത് അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തിരുമേനി മുഖേന നമുക്ക് നൽകിയിരിക്കുന്ന അധ്യാപനങ്ങളനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി, അങ്ങനെ നമ്മുടെ അവസ്ഥയെ ശരിയാക്കുന്നതിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ദാസൻ അള്ളാഹു അയക്കുകയുണ്ടായി. അദ്ദേഹം മുഖേന പുതിയ രൂപത്തിൽ നവമായ രീതിയിൽ മതത്തിനെ നവീകരിക്കാനും നമ്മുടെ ഇസ്ലാം വരുത്തുന്നതിന് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അതിനുവേണ്ടി ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം തഖ്വയാണ്. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ തഖ്വയാണ് അനിവാര്യമായിട്ടുള്ളത്. അള്ളാഹു എല്ലാ സ്ഥലത്തും പറയുന്നത് തന്നെയാണ്, നിങ്ങളുടെ ബാഹ്യമായിരിക്കുന്ന മാംസവും രക്തവുമല്ല എത്തുന്നത്, അതായത് ആടിനെ അറുത്തത് കൊണ്ട് അല്ലെങ്കിൽ ഈ പെരുന്നാൾ ആഘോഷിച്ചത് കൊണ്ട് മാത്രമല്ല ലക്ഷ്യം മനസ്സിലാകുന്നില്ല, എത്തുന്നത് തഖ്വയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് നമ്മൾ അതുകൊണ്ട് മാത്രം വെറും ബാഹ്യമായിരിക്കുന്ന രൂപങ്ങൾ ചെയ്തുകൊണ്ട് മാത്രം എത്തുന്നില്ല. പക്ഷേ ഇത് ബാഹ്യമായിട്ടുള്ളത് വേണം. അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്, നിങ്ങളും ബലി നൽകിക്കൊണ്ട് ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് തഖ്വയിലൂടെ മുന്നേറിക്കൊണ്ട് നിങ്ങൾ ആത്മാവിനെ ശുദ്ധീകരിക്കണം, അള്ളാഹു പറഞ്ഞ കൽപ്പനകളനുസരിച്ച് പ്രവർത്തിക്കുന്നവരായി നിങ്ങൾ മാറണം എന്നുള്ള സന്ദേശമാണ് ഈ ബാഹ്യമായിരിക്കുന്ന കർമ്മങ്ങൾ നമ്മളോട് പറയുന്നത്. ഇതിലൂടെയാണ് യഥാർത്ഥ വിശ്വാസിയായ ഒരു തീരുക. ഈ യഥാർത്ഥ ലക്ഷ്യം നമ്മൾ കരസ്ഥമാക്കുന്നത്, അതായത് കുർബാനി ഈദിൻ്റെ അതല്ലെങ്കിൽ ബലിപെരുന്നാളിൻ്റെ ഈ യഥാർത്ഥ ലക്ഷ്യം നമ്മൾ കരസ്ഥമാക്കുന്നത് അപ്പോഴായിരിക്കും. നല്ല വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കുന്നു, കഴിവുള്ളവർ വലിയ വലിയ മൃഗങ്ങളെ കുർബാൻ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിൽ തഖ്വയില്ലെങ്കിൽ അവരുടെ അവസ്ഥ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ഒരു സന്യാസി ഇങ്ങനെ വലിയ ത്യാഗങ്ങളൊക്കെ ചെയ്തെന്നു, ഒരു കൈ ഇങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ വെച്ച് അങ്ങനെ കൈ അങ്ങനെ തന്നെ ആയി പോകുന്നുണ്ട്, അതൊക്കെ മുള്ളിൽ പോയി ഇരിക്കാറുണ്ട്, ഇങ്ങനെ കുറേ ത്യാഗങ്ങളൊക്കെ ചെയ്ത് കാണാറുണ്ട്. അതുകൊണ്ട് അത് ബാഹ്യമായിരിക്കുന്ന ഒരു കർമ്മങ്ങൾ മാത്രമേ ഉള്ളൂ, ആത്മീയതയിൽ അതൊരു സ്വാധീനം ചെലുത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ ബാഹ്യമായിരിക്കുന്ന ആരാധനകൾ ആത്മീയതയിൽ സ്വാധീനം ചെലുത്തുന്നില്ലെങ്കിൽ, ആത്മീയതയിൽ പുരോഗതി കൈവരിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ ബലി കർമ്മങ്ങളെ നമ്മളെ തഖ്വയിലേക്ക് ഉന്നതി കരസ്ഥമാക്കുന്നില്ലേ, അതിന് സ്വാധീനം ചെലുത്തുന്നില്ലെങ്കിൽ, നമ്മുടെ ത്യാഗങ്ങൾ ഇസ്ലാമിക അധ്യാപനം അനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ പൂർണ്ണമായ സ്വാധീനം ചെലുത്തുന്നില്ലെങ്കിൽ, നമ്മളിതൊക്കെ ബാഹ്യമായി ചെയ്തുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. അത് സ്വാധീനം അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊരു ആത്മപരിശോധന നടത്തണം. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്മൾ അംഗീകരിക്കുകയുണ്ടായി. അദ്ദേഹം വന്നിരിക്കുന്നത് എന്തിനാണ്? ലോകം ഇസ്ലാമിൻ്റെ യഥാർത്ഥ അധ്യാപനങ്ങളിൽ നിന്ന് ദൂരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ യഥാർത്ഥ അധ്യാപനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്, അവരെ യഥാർത്ഥ മുസ്ലിങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ്, അവരുടെ തഖ്വ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്നത്തെ ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തേണ്ടത് നമ്മളുടെ അകത്ത് നമ്മൾ തഖ്വയുണ്ടാക്കി എന്നുള്ളതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നിങ്ങൾ എന്നോടുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണെങ്കിൽ ഈ ജമാഅത്തിനെ ഒരു മാതൃകയാക്കി മാറ്റാനാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. നിങ്ങൾ മാതൃകകളാക്കി മാറുന്നില്ലെങ്കിൽ, അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ നിറവേറ്റുന്നില്ലെങ്കിൽ, സൃഷ്ടികളോടുള്ള കടപ്പാടുകൾ നിങ്ങൾ അന്നത്തെ രീതിയിൽ നിറവേറ്റുന്നില്ലെങ്കിൽ, ഈ കാര്യത്തിലേക്ക് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ, സത്യത്തിൽ ഉയർന്ന നിലവാരം പുലർത്തുന്നില്ലെങ്കിൽ, നിങ്ങളുടെ സ്വഭാവങ്ങൾ ധാർമ്മിക ഗുണങ്ങൾ ഉയർന്നില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം? ഇതൊക്കെ തഖ്വയിൽ നിന്നും അകലുന്ന കാര്യങ്ങളല്ലേ. ഇതാണ് മസീഹ് അലൈഹി സ്വലാം വീണ്ടും വീണ്ടും നമ്മളോട് പറയുന്നത്. യഥാർത്ഥ അഹ്മദി എന്ന് പറഞ്ഞാൽ, ബലിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ തഖ്വ ഉണ്ടായിത്തീരണം എന്നുള്ളതാണ്. അള്ളാഹു മുത്തഖീങ്ങളെയാണ് സ്നേഹിക്കുന്നത്,
അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്വത്തെ നിങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് എപ്പോഴും ഭയചകിതരായി നിൽക്കുക, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക. അത് സ്നേഹമുഖനായിരിക്കണം നിങ്ങളുടെ ഭയം. അള്ളാഹുവിൻ്റെ ഇബാദത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ ചെലുത്തുന്നതായിരിക്കണം. ഭൗതികമായിരിക്കുന്നതിൽ മുഴുകിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ലക്ഷ്യങ്ങൾ, അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ നിന്ന് മറന്നു പോകുന്നവരായി തീരരുത്. നമ്മൾ നമസ്കാരത്തിന് സമയം ഓർമ്മയില്ല എന്നൊക്കെ ചില എഴുതാറുണ്ട്. അതേപോലെ തന്നെ മിസ്സായി പോകാറുണ്ട് നിസ്കാരം എന്നൊക്കെ ചില എഴുതാറുണ്ട്. അള്ളാഹുവിന് ഭയമുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ സ്നേഹമുണ്ടെങ്കിലും, തഖ്വ ഹൃദയത്തിലുണ്ടെങ്കിലും അങ്ങനെ ആവില്ലല്ലോ. അപ്പോഴാണ് മനുഷ്യൻ കുർബാന ചെയ്താലും തൻ്റെ നമസ്കാരത്തെ നിലനിർത്തുന്നവരായി തീരും. തൻ്റെ ഭൗതിക കർമ്മങ്ങളെ അവൻ പിന്നിലേക്ക് മാറ്റി ഇബാദത്തിലേക്ക് മുന്നോട്ട് വരുന്നതാണ്. അതുകൊണ്ട് ആരോട് നിങ്ങൾ അക്രമം ചെയ്യരുത് എന്ന് മസീഹ് പറയുന്നു. അപ്പോഴാണ് നിങ്ങൾ എൻ്റെ ജമാഅത്തിൻ്റെ യഥാർത്ഥ അംഗമായി മാറുക. എത്രമാത്രമാണ് പറഞ്ഞത് നോക്കുക. എൻ്റെ ജമാഅത്തിലുള്ള ഞങ്ങൾ എല്ലാ ദുഃഖങ്ങളെക്കാളും അവർ പ്രയാസങ്ങളിൽ നിന്നും അവർക്ക് ഏറ്റവും കൂടുതൽ ദുഃഖമുണ്ടായിത്തീരേണ്ടതാണ് എന്നിൽ തഖ്വയുണ്ടോ എന്നുള്ള ചിന്തയായിരിക്കണം എപ്പോഴും തന്നെ ഉണ്ടായിത്തീരും. ഈ ചിന്തയില്ലെങ്കിൽ, ഭൗതികമായിരിക്കുന്ന ചിന്തകളിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ പിന്നെ എന്ത് കാര്യമാണുള്ളത്? തഖ്വ എന്താണ്? തഖ്വ എന്ന് പറഞ്ഞാൽ നമസ്കാരത്തെ കൃത്യസമയത്ത് അനുഷ്ഠിക്കാൻ ശ്രമിക്കുക. നമസ്കരിക്കുമ്പോൾ അന്നും ഇങ്ങോട്ടും ചിന്ത പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് വീണ്ടും നമസ്കാരത്തിലേക്ക് ശ്രദ്ധ തരുന്ന രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ പറയുന്ന വാക്കുകൾ, വചനങ്ങൾ അത് ശ്രദ്ധാപൂർവം നമ്മൾ ചൊല്ലുക. സൂറ ഫാത്തിഹ പ്രത്യേകിച്ച് അള്ളാഹുവിനോട് ചോദിക്കുക. ഓരോ കാര്യങ്ങളും അള്ളാഹുവിനോട് ചോദിക്കുക നമസ്കാരത്തിൽ. അപ്പോഴാണ് തഖ്വ ഉണ്ടായിത്തീരുക, ശ്രദ്ധ ഉണ്ടായിത്തീരുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള കടമ നിറവേറ്റുക, അതുപോലെ തന്നെ സൃഷ്ടികളുടെ കടമ നിറവേറ്റുക എന്നുള്ളതാണ്. സൃഷ്ടികളുടെ കടമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നിങ്ങൾ തഖ്വ സ്വായത്തമാക്കുക. തഖ്വ എന്ന് പറഞ്ഞാൽ പരസ്പരം നല്ല സൽസ്വഭാവത്തോടെ പെരുമാറുക, ആരത്തോട് അഹങ്കരിക്കരുത്, ആരെയും നിന്ദ്യമായി കാണരുത്, ആരെയും പരിഹസിച്ച് വിളിക്കരുത്, ആരോടും തർക്കിക്കാൻ പോകരുത്. ജീവിതത്തിൽ വളരെ ദരിദ്രരായി ജീവിക്കുക, അല്ലെങ്കിൽ ദാരിദ്ര്യത്തോടു കൂടി ജീവിക്കുക. മുത്തഖി എന്ന് പറഞ്ഞാൽ അതായത് വളരെ വിനയത്തോടു കൂടി ജീവിക്കുന്നവനാണ്. ഒരിക്കലും അഹങ്കാരത്തോടു കൂടി സംസാരിക്കുകയില്ല. അവരുടെ സംസാരം ചെറിയ വ്യക്തി വലിയവരോട് സംസാരിക്കുന്നത് പോലെയായിരിക്കും. അതായത് ചെറിയവർ വലിയവരോട് വളരെ അതവോടു കൂടിയല്ല സംസാരിക്കുക, ഇതേപോലെ ആയിരിക്കും അവർ സംസാരിക്കുക. അങ്ങനെ ആയിരിക്കണം നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കേണ്ടത്. ഉപദേശിക്കുന്ന മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഏതൊരവസ്ഥയിലും നമ്മൾ സംസാരിക്കേണ്ടത് നമ്മൾക്ക് വിജയം, അതായത് ഭൗതികവും ആത്മീയവുമായിരിക്കുന്ന വിജയത്തിന് കാരണമായി തീരുന്ന രീതിയിൽ സംസാരിക്കണം. അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കേണ്ടതാണ്. അള്ളാഹ് പറയുന്നു, അള്ളാഹു ആരുടെയും സ്വത്തല്ല, കുടുംബ സ്വത്തല്ല. അതായത് അള്ളാഹിനെ നമുക്ക് എൻ്റേതാണ് അള്ളാഹ് എന്ന് പറഞ്ഞ് പിടിച്ചിരിക്കാൻ പറ്റുകയില്ല. അള്ളാഹു പ്രത്യേകിച്ച് തഖ്വയുള്ളവരുടെ കൂടെ അള്ളാഹ് ഉണ്ടാകും. തഖ്വയുണ്ടെങ്കിൽ അവർ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്യുന്നതാണ്. അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കുന്നവരായി മാറുന്നതാണ് തഖ്വ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. എല്ലാ പ്രവാചകന്മാരും ഈ ഒരു സ്ഥാനത്തോടെയാണ് ഉന്നതി കരസ്ഥമാക്കിയത്. അതായത് അവർ തഖ്വ ഉണ്ടായിരുന്നു എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റെല്ലാ പ്രവാചകന്മാരും തന്നെ അംഗീകരിക്കുന്നവരോട് ഇതാണ് ഉണ്ടാക്കിയത്. ഇതിലാണ് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഞാൻ എൻ്റെ ജമാഅത്തിൽ ഈ ഒരു തഖ്വയാണ് ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ചിലർ ചിന്തിക്കാറുണ്ട്, നമ്മളെ മാതാപിതാക്കൾ പൂർവികർ വലിയ നല്ലവരായിരുന്നു, അതുകൊണ്ട് അവരുടെ പ്രതിഫലം നമുക്കും കിട്ടും, അവരുടെ കൂലി നമുക്കും കിട്ടും എന്ന് വിചാരിക്കുന്നിരിക്കുന്നതാണ്. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നിങ്ങളുടെ പൂർവികന്മാരുടെ പ്രതിഫലമല്ല നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങളുടെ പ്രവൃത്തിയാണ് നിങ്ങൾക്ക് ഫലം നൽകുക. എത്രയാണ് അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാൻ ആരാണോ, അതായത് ഞാൻ അള്ളാഹുവായിട്ട് ആരാണോ ഏറ്റവും ഞാൻ അടുത്തു എന്ന് പറയുമ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ അവരോടാണല്ലോ ചോദിക്കുക.
അതുകൊണ്ട് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അംഗീകരിച്ചു എന്ന് പറയുന്നവരല്ലേ നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനിയുടെ പ്രവചനപ്രകാരം സത്യമാണ് എന്ന് മനസ്സിലാക്കിയവരല്ലേ നമ്മൾ. നമ്മൾക്ക് ഉറച്ച വിശ്വാസമില്ലേ? മസീഹ് എന്ന് പറഞ്ഞാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനിയുടെ ദാസത്വത്തിൽ ലോകത്തിൻ്റെ ഇസ്ലാമിന് വേണ്ടി വന്ന മസീഹ് ഇദ്ദേഹമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്. പിന്നെ നമ്മൾ ഇസ്ലാം വരുത്തേണ്ടേ? നമ്മൾ ഇബാദത്തുകളെ സ്ഥാനമാനങ്ങൾ നമ്മൾ ഉയർത്തേണ്ടതല്ലേ? അതുകൊണ്ട് ഭൗതികതയെ പിന്നോട്ട് മാറ്റിക്കൊണ്ട് ത്യാഗത്തിൻ്റെ മനോഭാവത്തോടു കൂടി ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിച്ചുകൊണ്ട് തങ്ങളുടെ ഇബാദത്തിനെ ഉയർത്താൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ്. ഇതേപോലെ നമ്മുടെ അഖ്ലാഖിലെ ധാർമ്മിക ഗുണങ്ങളെ ഉയർത്താൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അത് രണ്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നിങ്ങൾ പൂർണ്ണമായ വിജയം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹു നിങ്ങളിൽ തൃപ്തിപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിജയം കരസ്ഥമാക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിജയം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ നിങ്ങൾ പഠിക്കുക, അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക, അതിൻ്റെ കൽപ്പനകളനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. വെറുതെ ഒന്നും കിട്ടുകയില്ല. വെറുതെ നിങ്ങൾക്ക് വിജയം കിട്ടുമോ? അധ്വാനിക്കേണ്ടി വരും. ഒരു ദിവസം നമ്മൾ ഒരു ബലി മൃഗത്തെ അറുത്തുകൊണ്ടൊന്നും നമ്മൾ ഉന്നതങ്ങളെത്തുകയില്ല. അതിനു വേണ്ടിയും ആ കൽപ്പനകളനുസരിച്ച് കൂടി പ്രവർത്തിക്കേണ്ടതായി വരും. എന്നിട്ട് പറഞ്ഞു, യഥാർത്ഥ ജ്ഞാനം, യഥാർത്ഥ ഉൾക്കാഴ്ച അള്ളാഹുലേക്ക് തിരിയാതെ നമുക്ക് ലഭിക്കുകയില്ല. യഥാർത്ഥ ബുദ്ധി വേണമെന്നുണ്ടെങ്കിൽ അള്ളാഹുലേക്ക് തിരിഞ്ഞേ പറ്റൂ. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കേണ്ടി വരും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ സംബന്ധിച്ച് ചിന്തിക്കുക, അള്ളാഹുവിൻ്റെ ഓരോ സൃഷ്ടിത്വത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക, നല്ല ഇത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുക. മറ്റുള്ളവരെ സ്വാധീനപ്പെടുത്തണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മറ്റുള്ളവരെ സ്വാധീനിക്കപ്പെടണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തബ്ലീഗ് നടക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ശക്തി, നിങ്ങൾ പ്രവർത്തന ശക്തി നിങ്ങളുണ്ടായിരിക്കണം. അത് നിങ്ങളുടെ വാക്കുകൊണ്ട് കാര്യമില്ല, പ്രവർത്തനത്തിലൂടെ നിങ്ങളത് കാണിക്കണം. പാചകം അടിക്കുന്നവർ എത്രയോ പേരുണ്ടല്ലേ, ലക്ഷക്കണക്കിന് ത്യാഗങ്ങൾ ചെയ്യുന്നവരും ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഉന്നത സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. ആത്മീയമായിട്ട് ചില റിവായത്തുകളിൽ വരുന്നത് ലക്ഷക്കണക്കിന് ആളുകളെ ഹജ്ജുകൾ സ്വീകരിച്ചിട്ടില്ല, ഒരാളുടെ ഹജ്ജ് സ്വീകരിച്ചു എന്നവരെ റിവായത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാരണത്താൽ മറ്റുള്ളവരുടെ ഹജ്ജുകൾ സ്വീകരിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അള്ളാഹു ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കണമെന്നുള്ളതാണ്. ഹൃദയത്തിൽ വിശുദ്ധിയില്ലെങ്കിൽ ഈ ജീവിതം, അതുപോലെ തന്നെ ഈ ത്യാഗങ്ങൾ, ഈ കുർബാനികൾ, ഈ പെരുന്നാൾ ആഘോഷിക്കുന്നതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത്? യഥാർത്ഥത്തിൽ തഖ്വയാണ്, ഉള്ളിലുള്ള തഖ്വയാണ്. അത് നമ്മുടെ ഉന്നത സ്വഭാവ സംസ്കരണം നമ്മൾ വരുത്തണം. നമ്മളെ ഇബാദത്തിൻ്റെ സ്ഥാനമാനങ്ങൾ നമ്മൾ ഉയർത്തണം. സൃഷ്ടികളോടുള്ള കടപ്പാടുകൾ നല്ല രീതിയിൽ നിറവേറ്റാൻ ശ്രമിക്കണം. തഖ്വ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ആരോടെങ്കിലും പെരുഷമായി പെരുമാറുന്നുണ്ടെങ്കിലും അവരോട് നിങ്ങൾ മയത്തോട് പെരുമാറണം. അത് നിങ്ങൾ അവരോട് പ്രതികാരം ചെയ്യരുത്. ഇതൊക്കെ തഖ്വയിൽ നിന്ന് നിങ്ങൾ അകറ്റിക്കൊണ്ടു പോകും. നിങ്ങൾ ഒരു ആത്മപരിശോധന നടത്തേണ്ടതാണ്. ഏത് രീതിയിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നുണ്ട്? യഥാർത്ഥത്തിൽ ഇതാണ് തഖ്വയിലേക്ക് നമ്മളെ കൊണ്ടുപോകുക. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വിവിധ സ്ഥലങ്ങളിൽ ഇതാണ് നമ്മൾ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നത്. പറയുന്നു, ദുആ സ്വീകരിക്കുന്ന ആ ശക്തി നിങ്ങൾക്ക് ലഭിക്കുന്നത് എപ്പോഴാണ്? അതായത് ആ ഒരു ആനന്ദം നിങ്ങൾ ലഭിക്കുന്നത് എപ്പോഴാണ്? അതിൽ നിങ്ങൾക്ക് ദുആ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ആനന്ദം ലഭിക്കുന്നത്. അതായത് അത് പെട്ടെന്ന് നമ്മൾ നിസ്കരിച്ച് പോകാറുണ്ട്. അത് ലഭിക്കുന്നത് മസീഹ് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുമ്പോഴായിരിക്കും. വെറുതും ഞങ്ങൾ ദുആ സ്വീകരിക്കുന്നില്ല വെറുതെ കംപ്ലൈൻറ്റ് പറയരുത്. കാരണം നമസ്കരിക്കുന്നുണ്ട്, നമ്മൾ കുർബാനകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അള്ളാഹു പറയുന്നത് എന്താ അറിയോ? നിങ്ങൾ തഖ്വയുടെ മാർഗത്തിലൂടെ ചലിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ദവായുടെ ആ ആധുര്യം നിങ്ങൾക്ക് ലഭിക്കുകയില്ല, അതിൻ്റെ സ്വാധീനം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള കടമ നിറവേറ്റുക, അതേപോലെ തന്നെ സൃഷ്ടികളോടുള്ള കടമയും നിറവേറ്റുക എന്നുള്ളതാണ്. നിങ്ങളുടെ പൂർണ്ണ പരിശ്രമിക്കുക. നിങ്ങളുടെ സ്വഭാവ ഗുണം നിങ്ങളെ ഉന്നതമാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. നമസ്കരിക്കുക മാത്രമല്ല തഖ്വ. വെറും ഞങ്ങൾ കടമ നിറവേറ്റി എന്ന് വാചകമടിക്കലും അല്ല, അതിനു വേണ്ടിയുള്ള പരിശ്രമം വേണം. അത് മനുഷ്യൻ മറ്റുള്ളവരുമായിട്ട് സമ്പർക്കം പുലർത്തുമ്പോഴാണ്, അവരുമായിട്ട് ഇടപഴകുമ്പോഴാണ് യഥാർത്ഥ നല്ല സ്വഭാവമുള്ളവനാണോ എന്ന് മനസ്സിലാവുക.
അതല്ലാതെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സമീപം കരസ്ഥമാൻ സാധിക്കുകയില്ല. ഒരു നന്മ ചെയ്യുന്നവനായ ഒരു ഗണത്തിൽ നിങ്ങൾ പെടുകയുമില്ല. അതുകൊണ്ട് ഉന്നത സ്വഭാവ സംസ്കരണം വരുത്താൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. ഉന്നത ധാർമ്മിക ഗുണങ്ങളിലേക്ക് നിങ്ങൾ എത്തിത്തീരുമ്പോൾ അങ്ങനെ ഒരു സമൂഹം സ്നേഹിക്കുന്നൊരു സമൂഹം ഉണ്ടായിത്തീരുന്നതാണ്. ഇന്ന് ഇതിൽ വലിയ കുറവ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സ്നേഹിക്കുന്നൊരു സമൂഹം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തഖ്വ അള്ളാഹുവിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹുവിലേക്ക് എങ്ങനെയാണ് തഖ്വ എത്തിച്ചേരുക? അതായത് ആയത്തിൽ പറയുന്നുണ്ടല്ലോ, തഖ്വ അള്ളാഹുവിലേക്ക് എത്തിച്ചേരും. അതെങ്ങനെയാണ് എത്തിച്ചേരുക? അത് നമ്മുടെ അഖ്ലാഖ് സ്വഭാവ സംസ്കരണം നമ്മൾ വരുത്തുകയാണെങ്കിൽ, നമ്മുടെ സ്വഭാവം ശരിയാക്കി തീരുമ്പോൾ, നമ്മുടെ അയൽവാസിയോട് നമ്മുടെ മാറ്റങ്ങൾ ഞങ്ങളിൽ നല്ലവരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ, അതായത് ആദ്യം മോശമായിരുന്നു പിന്നെ ജമാഅത്തിൽ വന്ന് നല്ലൊരു വ്യക്തിയായി തീർന്നു എന്ന് അയൽക്കാർ മനസ്സിലാക്കുകയാണെങ്കിൽ അപ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ എത്തിക്കുക. ബയ്യത്തിൻ്റെ കടമ നിറവേറ്റുന്നവനായപ്പോഴാണ് അവൻ മാറുക. അത് നല്ല സ്വാധീനം ചെലുത്തപ്പെടുന്നതാണ്. അതായത് അയൽവാസിയെ സ്വാധീനിക്കപ്പെടണം. അതുപോലെ നിങ്ങൾ ദേശം അമർച്ച ചെയ്യുക, ജനങ്ങൾ നല്ല രീതിയിൽ പെരുമാറണം, ജനങ്ങളുടെ അവകാശങ്ങൾ ധ്വംസിക്കരുത്, ഈ തർക്കവിതർക്കങ്ങളിലേക്ക് നിങ്ങൾ പോകരുത്. ചെറിയ നഷ്ടങ്ങൾ നിങ്ങൾക്ക് ഏറ്റാൽ തേയും നിങ്ങളുടെ കടമകൾ നിങ്ങളുടെ അവകാശങ്ങൾ വിട്ടുകൊടുത്താൽ തന്നെയും അത് വിട്ടുകൊടുക്കുക, അത് നഷ്ടപ്പെട്ടോട്ടെ. അതുപോലെ തന്നെ അവിടുന്ന് ഇനി ഏതെങ്കിലും ഒരു കോടതിയിൽ കേസ് പോയാൽ തന്നെയും അവിടുന്ന് എന്തെങ്കിലും നിങ്ങൾ കഥായിൽ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് എന്തെങ്കിലും നഷ്ടം വന്നാൽ തന്നെ അത് ഏറ്റുവാങ്ങുക, സഹിക്കുക. അത് പലരും തന്നെ ഇങ്ങനെയുള്ള കേസുകളെ സംബന്ധിച്ചൊക്കെ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഭൗതികമായിരിക്കുന്നൊരു ബന്ധം മാത്രമല്ല നിങ്ങൾക്കുണ്ടായിത്തീരുന്നത്, നിങ്ങളൊരു മാറ്റം ഉണ്ടാക്കിക്കൊണ്ട് എന്നുമായി ഞാനൊരു ബന്ധപ്പെടുത്തണം. നിങ്ങൾ ലോകത്തിന് മനസ്സിലാക്കണം നിങ്ങളുടെ സ്വഭാവം സംസ്കരിക്കപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ ആത്മീയമായ ആരാധനയുടെ നിലവാരം ഉയർത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾ മാറുമ്പോഴാണ് യഥാർത്ഥ അഹമ്മദിയായി തീരുക. അപ്പോഴാണ് യഥാർത്ഥ ത്യാഗത്തിൻ്റെ നിലവാരം സ്ഥാപിക്കുന്നവരായി നിങ്ങൾ മാറുക. അതേപോലെ പറയുന്നു, തഖ്വ എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലുള്ള ഭൗതികമായിരിക്കുന്ന അത് ബിംബങ്ങളിൽ നിന്നും മറിഞ്ഞിരിക്കുന്ന ബിംബങ്ങളിൽ നിന്ന് നിങ്ങളെ സുരക്ഷിതരാക്കുക, വൃത്തിയാക്കുക. ഹൃദയത്തിൽ പോലും ചിന്തയിൽ പോലും ഒരിക്കലും തന്നെ ഞാൻ വലിയ ആളാണ്, നല്ല അറിവുള്ള ആളാണ് എന്നുള്ള ചിന്ത ഉണ്ടാകാൻ പാടില്ല. അതെല്ലാം തന്നെ മാറ്റിവെക്കുക. അള്ളാഹുവിൻ്റെ അസ്തിത്വമാണ് എല്ലാം നിങ്ങൾക്ക് നൽകുക. എന്നാൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാകും, കാര്യകാരണങ്ങളിലൂടെ നിങ്ങൾക്ക് പോകാവുന്നതാണ്. അള്ളാഹുവിൻ്റെ ദീനിനെ നിങ്ങൾ പരത്തുക, ദീനി അറിവ് കരസ്ഥമാക്കുക തക്കവയാണ്. അള്ളാഹുവിൻ്റെ ഭയം എത്രമാത്രം ഉണ്ടാവും, അതിനു വേണ്ടി ഫർള് നമസ്കാരങ്ങളും അതേപോലെ തന്നെ തഹജ്ജുദും നഫലുകളും നമ്മൾ അനുഷ്ഠിക്കാൻ ശ്രമിക്കുക. അത് ആത്മീയമായ അവസ്ഥ നമ്മളത് മെച്ചപ്പെടുത്താൻ ഇതൊക്കെ കാരണമായിത്തീരുന്നതാണ്. ആത്മീയമായ അവസ്ഥ മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ കുർബാനയുടെ ത്യാഗത്തിൻ്റെ ബലിയുടെ യഥാർത്ഥ ലക്ഷ്യം ഇതായി മാറുന്നതാണ്. ജനങ്ങളിങ്ങനെ സംസാരിക്കാറ് പല കാര്യം പറയാറുണ്ട്, ഇപ്പം അറിയില്ല എന്നുള്ളത്. വിജയം വേണമെന്ന് പറയാറുണ്ട്. വിജയം വേണമെങ്കിൽ നിങ്ങൾ മുത്തക്കിങ്ങളായി തീരുക. മുത്തക്കിയാകാതെ നിങ്ങളുടെ വിജയം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വേഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും മുത്തക്കിയായി തീരണം. നമസ്കാരത്തെ സംരക്ഷിക്കുന്നവരെ നമ്മൾ ഓരോരുത്തരും മാറണം. നമ്മുടെ സ്വഭാവ സംസ്കരണത്തിൽ നന്നാക്കുന്നവരെ നമ്മൾ ഓരോരുത്തരായി മാറണം. അള്ളാഹുവിൻ്റെ ഭയം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കണം. പ്രത്യേകിച്ച് ജമാഅത്തുകളിൽ അക്രമം നടത്തപ്പെടുന്ന സ്ഥലങ്ങൾ അവർ പ്രത്യേകിച്ച് ഈ കാര്യത്തെ ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹുവിലേക്ക് കൂടുതൽ അവർ ഇവിടുത്തെ പാകിസ്ഥാനും മറ്റു നാടുകളിലുള്ളവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കുക, തഖ്വ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിലും പ്രവർത്തനത്തിലും പുരോഗതി കൈവരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കണം, അള്ളാഹുവിൻ്റെ ഫൈൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ഫضൽ ലഭിക്കുക. വിജയം നമുക്ക് ലഭിക്കുക. തഖ്വയിൽ മുന്നേറുമ്പോഴാണ് വിജയം ലഭിക്കുക. അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ
ഇസ്ലാമിനെതിരിലും ജമാഅത്തിനെതിരും വരുന്ന ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ നമ്മൾ ഒരുത്ത് തയ്യാറായി തീരേണ്ടതാണ്. അതിന് പഠിക്കാൻ അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അത് നമ്മുടെ സ്വഭാവ ചിലവർ മോശമായ രീതിയിൽ അതിന് മറുപടി പറയാറുണ്ട്, മോശമായ വാക്കുകൾ അതിൽ ഉപയോഗിക്കാറുണ്ട്, നമ്മുടെ അധ്യാപനത്തിന് എതിരായിരിക്കുന്ന രീതിയിൽ സംസാരിക്കാറുണ്ട് മറുപടി നൽകുമ്പോഴൊക്കെ. അതൊന്നും തക്കവയല്ല, അതുകൊണ്ട് സ്വാധീനം ഉണ്ടാവില്ല, അത് നമുക്ക് നഷ്ടമാണ് ഉണ്ടാവാറുള്ളത് ജീവിതത്തിൽ തബ്ലീഗ് കാര്യങ്ങളിലും. മനുഷ്യൻ തൻ്റെ വ്യക്തിപരമായിരിക്കുന്ന അഹന്ത നിമിത്തം മറുപടി പറയുന്ന പലരും ഉണ്ട്. അത് ശരിയല്ല. അള്ളാഹുവിൻ്റെ മഹത്വം പ്രകടമാകുന്ന രീതിയിലായിരിക്കണം മറുപടി പറയേണ്ടത്. അള്ളാഹു പറഞ്ഞതുപോലെ എന്നിൽ തെക്കുവയാണ് എത്തിച്ചേരുക എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം മുത്തക്കീങ്ങളെ ജമാഅത്തിനെ ഉണ്ടാവുകയുള്ളൂ. ജമാഅത്ത് മുത്തക്കിയായി തീരുമ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടായിത്തീരുക. മുത്തക്കി അല്ലെങ്കിലോ പിന്നെ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുകയില്ല. അതുകൊണ്ട് പറയുന്നതിന് മുമ്പേ ജമാഅത്തിൻ്റെ പുരോഗതി ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മളൊരു ആത്മപരിശോധന നടത്തേണ്ടത്. നമ്മളിൽ തഖ്വയുണ്ടോ നോക്ക്, എത്രമാത്രം നമ്മൾ അള്ളാഹുവിൻ്റെ കടമ നിർവഹിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക, സൃഷ്ടികളോട് കടമ നമ്മൾ നിർവഹിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ഈ കടമൊക്കെ നമ്മൾ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ പറയും അള്ളാഹുവിൻ്റെ ദുആ നിങ്ങൾ സ്വീകരിക്കുന്നതിന് കാണാൻ സാധിക്കും, നിങ്ങൾക്ക് വിജയങ്ങൾ ലഭിക്കുകയും ചെയ്യും. പറയുന്നു അള്ളാഹുവിൽ നിന്ന് പലപ്പോഴും തന്നെ എനിക്ക് ഇൽഹാം ഉണ്ടായിട്ടുണ്ട്. മസീഹ് പറയുന്നു നിങ്ങൾ മുത്തക്കിയായി തീരും. എത്രയോ തഖ്വ എനിക്ക് ഇൽഹാം ഉണ്ടായിട്ടുണ്ട്. ജമാഅത്തങ്ങൾ മുത്തക്കി ആയി തീരുക, തഖ്വയുടെ സൂക്ഷ്മമായ വശങ്ങളിലൂടെ നിങ്ങൾ നടക്കുക, അപ്പോൾ അള്ളാഹു നിങ്ങളോടൊപ്പം ഉണ്ടായിത്തീരും. പറയുന്നു എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും തന്നെ വേദന ഉണ്ടാവാറുണ്ട്, ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ജമാഅത്തിൽ യഥാർത്ഥമായി തഖ്വ ഉണ്ടായിത്തീരാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? അന്ന് സഹാബാക്കളുടെ നല്ല നല്ല ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അന്നായി മസീഹ് മുഹമ്മദ് പറഞ്ഞത് ഇത്. ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മളെ സ്ഥിതിയൊക്കെ എന്താണ് എന്നുള്ളത്. ഞാൻ എന്തുമാത്രം ദുആ ചെയ്ത് മസീഹ് മുഹമ്മദ് പറയുകയാണ്, ചിലപ്പോൾ ഞാൻ ക്ഷീണിച്ച് പോകാറുണ്ട് ദുആ ചെയ്തുകൊണ്ട്, ചിലപ്പോൾ എനിക്ക് അബോധാവസ്ഥയിലേക്ക് പോയി പോകാറുണ്ട് ദുആ ചെയ്തുകൊണ്ട്. ഈ ദുഃഖത്തിൽ ജമാഅത്തിൽ തഖ്വയില്ലാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത്. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ മുത്തഖീങ്ങളായി ആകാത്തിടത്തോളം കാലം, അങ്ങനെ ഒരു ജമാഅത്താകത്തിടത്തോളം കാലം അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഇതെപ്പോഴും തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. നമ്മൾ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ബയ്യത്തിൻ്റെ കടം നിറവേറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രയാസങ്ങൾ നമ്മൾ അകറ്റേണ്ടി വരും. ആ പ്രയാസം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ അർത്ഥത്തിൽ നമ്മൾ അള്ളാഹുവിൻ്റെ ഭയം, നമ്മളതിൻ്റെ സ്നേഹം നമ്മൾ ഹൃദയത്തിലുണ്ടാക്കിയെടുക്കുക എന്നുള്ളതായ ആ ഒരു വിഷമം നമുക്കുണ്ടായിരിക്കണം. അതായത് അതിൽ നമ്മളില്ലെങ്കിൽ അത് നമ്മളൊരു വിഷമായി കരുതണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ട് അങ്ങനെയുള്ള അത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. നമുക്ക് ഇങ്ങനെ വിഷമം ഉണ്ടാകുമ്പോൾ മരുന്ന് കഴിക്കാറില്ല, അപ്പോൾ ഒരു വിഷമം അനുഭവിക്കാറില്ല രോഗമുള്ളവർക്ക്. അതേപോലെ നമ്മൾ ആ വിഷമം മനസ്സിലാക്കിയത് വേണ്ടി ഈ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നിറവേറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോഴാണ് നമ്മളെ ബലി ഈ ഫലപ്രദമായി തീരുക. ആടിനെ കുറച്ച് മൃഗങ്ങളെ വറുത്തത് കൊണ്ട് മാത്രം ഫലം നൽകുകയില്ല, അതൊരു ഭൗതികമായ രൂപമാണ്. പിന്നീട് മറ്റൊരു സ്ഥലത്ത് മസീഹ് അലൈഹി സ്വലാം പറയുന്നു, നിങ്ങളൊരിക്കലും ഇങ്ങനെ അംഗീകരിക്കേണ്ട. അതായത് ഞങ്ങൾ നമസ്കാരം നോമ്പൊക്കെ ഞങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്, അതൊക്കെ അതേപോലെ തന്നെ കളവൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. ഇത് മുശ്രിക്കീങ്ങളിലും മുസ്ലിങ്ങളിലൊക്കെ ഈ ഗുണങ്ങളൊക്കെ ഉണ്ട്. പലരും ഉണ്ട് നല്ല ഉന്നത നിലവാര ആത്മീയ ഉന്നതമായിരിക്കുന്ന ധാർമ്മിക ഗുണങ്ങളുള്ളവരൊക്കെ കാണാം അവരിൽ. അതായത് ഏറ്റവും നല്ല സ്വഭാവമൊക്കെ കാണുന്നവരാണ്. ഇതൊന്നും വലിയ നന്മകളല്ല ആയി കണക്കാക്കേണ്ട. യഥാർത്ഥ തഖ്വ എന്ന് പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യത്തിലേ നിങ്ങൾ എത്തിക്കണം. അള്ളാഹുവിൽ പരിപൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കണം. എല്ലാ ത്യാഗങ്ങളും അവന് വേണ്ടി ചെയ്യാൻ നിങ്ങൾ തയ്യാറിത്തീരണം. ബാഹ്യമായിരിക്കുന്ന മൃഗങ്ങളുടെ ബലികൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കും ചിന്ത വരണം, നിങ്ങൾ നിങ്ങളുടെ ജീവിതം അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യാൻ തയ്യാറായിരിക്കണം എന്നുള്ള ആ സന്ദേശമാണ് അത് നൽകുന്നത്. അതിനുവേണ്ടി കഴുത്തിൽ കത്തിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മറിച്ച് വേണ്ടത് ഭൗതികമായിരിക്കുന്ന വസ്തുക്കളെ പിന്നോട്ട് വലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരിക. അതാണ്. അതിനുവേണ്ടി എപ്പോഴും മനുഷ്യൻ വലിയ വലിയ ത്യാഗങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും, അതിന് തയ്യാറായി തീരണം. അതല്ലാതെ നമസ്കാരത്തെ വിടുകയോ മറന്നു പോവുകയോ ആരെങ്കിലും മോശമായിട്ട് അവരെ പറയുക, ഇങ്ങനെയൊന്നും പാടില്ല. അപ്പോഴാണ് ദീനിനെ ദുനിയാവിനെ മുന്തിക്കുന്നവരാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിനുവേണ്ടി കുറേ ത്യാഗം ചെയ്യേണ്ടതായി വരും. ഈ ഒരു ആത്മാവാണ് നമ്മളിൽ ഉണ്ടായിത്തീരേണ്ടത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ യഥാർത്ഥ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നവരെ നമ്മൾ മാറുന്നതാണ്.
അത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, തഖ്വയിൽ അള്ളാഹുവിൻ്റെ പ്രഭാവം പ്രകടമാക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ തണലിൽ അവരുണ്ടായിത്തീരും. അവർ നിൽക്കൽ പരിപൂർണ്ണ പൂർണ്ണമായിരിക്കുന്ന സംശുദ്ധമായ തഖ്വയായിരിക്കും, കേവല തഖ്വ ഉണ്ടായിരിക്കണം. ചില ഷെയ്ത്താനിലും ചില അള്ളാഹുവിൻ്റെ അടുത്ത് ആകാൻ പാടില്ല. കുറച്ചെങ്കിലും ഷെയ്ത്താനിലേക്കുണ്ടെങ്കിൽ അള്ളാഹ് പറയുന്നതൊക്കെ ഷെയ്ത്താൻ്റെതാണെന്ന് പറയും. അത് എന്തെങ്കിലും ദുഃഖം ഉണ്ടാക്കുമ്പോൾ അത് അള്ളാഹുവിൻ്റെ നിയമപ്രകാരമാണ് ഉണ്ടാകുന്നത്. എല്ലാ ലോകം മുഴുവനും ഒരുമിച്ച് കൂട്ടി അള്ളാഹുവിനൊരു നഷ്ടവും വരുത്താൻ സാധ്യതയില്ല. ലോകത്ത് മാത്രമേ ഉണ്ടാക്കാൻ അള്ളാഹു ആഗ്രഹിക്കുന്നു. അള്ളാഹു ചിലപ്പോൾ പരീക്ഷിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ചില പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങളിൽ ത്യാഗത്തിൻ്റെ മനോഭാവം ഉണ്ടോ എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ പ്രയാസങ്ങൾ സഹിക്കുന്നവരായി നിങ്ങൾ മാറണം. പ്രവാചകന്മാരും ഔലിയാക്കന്മാരും അവർ പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്. അള്ളാഹു തൻ്റെ ഇഷ്ടരെ സംബന്ധിച്ച് എന്താണ് പറയുന്നത്? അള്ളാഹു പറയുന്നത് എന്താണ്? ഇതിൻ്റെ വിഷമം എൻ്റെ വലിയുടെ ആത്മാവിനെ പിടിക്കുന്നതാണ് എനിക്ക് ഏറ്റവും വിഷമമുള്ളത്. അവർക്ക് ബുദ്ധിമുട്ടാക്കാൻ അത് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ ചില നിയമങ്ങൾ അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ട്. അവരെ ആ പ്രയാസങ്ങളിലേക്ക് കടത്തി വിട്ടുകൊണ്ട് അവർ അള്ളാഹുവിന് വേണ്ടി അതിൻ്റെ പ്രീതിയുടെ കരസ്ഥമാക്കുന്നതിന് വേണ്ടി എല്ലാ ത്യാഗത്തിനും അവർ തയ്യാറാണ് എന്ന് കാണിച്ചു തരാണ് അവർ. അതുകൊണ്ട് ബലിമൃഗങ്ങളും നമ്മുടെ മുമ്പാകെ ഇതാണ് വെക്കുന്നത്. അതായത് അവരുടെ ഈ രീതിയിൽ നിങ്ങളും ത്യാഗം ചെയ്യണം. അങ്ങനെ ഉന്നതമായിരിക്കുന്ന ധാർമ്മിക ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്നവരായി നിങ്ങൾ മാറണം എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം പറഞ്ഞുകൊണ്ട് പറയുന്നു. നോക്കും, ഉഹദ് യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റക്കായിപ്പോയി. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനിയുടെ ആ ധീരത പ്രകടമാക്കുന്നതിന് വേണ്ടിയാണ്. 10,000 നേരിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നേരിട്ടില്ലേ? ഞാനത് അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് പറയുന്നില്ലേ? ഒരു പ്രവാചകനും ഇത് ഇങ്ങനെയുള്ളൊരു അവസരം ലഭിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് നമ്മുടെ ജമാഅത്തിനോട് പറയുന്നത് ഇതാണ്: നിങ്ങളൊരിക്കലും അഹങ്കരിക്കരുത്. ഞങ്ങൾ നമസ്കാരം, നോമ്പും വലിയ വലിയ കാര്യങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ ഈ വിട്ടു നിൽക്കുന്നു എന്ന് മാത്രം പറഞ്ഞ് അഹങ്കരിക്കരുത്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ നിന്ന് മറ്റുള്ളവരും എല്ലാവരും തന്നെ അകപ്പെടുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അകപ്പെടുന്നുണ്ട്. അവരിങ്ങനത്തെ തെറ്റുകൾ ചെയ്യാത്തവർ കുറേ പേരൊക്കെ ഉണ്ട് അവരിലുള്ളിൽ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്വം നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാപിച്ചുകൊണ്ട് നിങ്ങൾ തഖ്വയെ സ്വീകരിക്കുന്നവരെ തീരുക. അതായത് എന്തെങ്കിലും പ്രകടനാത്മകതയുണ്ടെങ്കിൽ അത് അള്ളാഹ് അമലുകളൊക്കെ തിരിച്ച് അയക്കുന്നതാണ്. വെറും പ്രകടനാത്മകമായിട്ട് മറ്റൊരാൾ കാണിക്കാൻ വേണ്ടിയുള്ള നാട്യമാണെങ്കിൽ അള്ളാഹ് സ്വീകരിക്കില്ല അതൊന്നും. മുത്തഖി എന്നുള്ളത് ഉണ്ടാകുക വലിയ പ്രയാസമാണ്. ആരെങ്കിലും ഒരു ആക്ഷേപം ഉന്നയിച്ച് കഴിഞ്ഞാൽ തന്നെ ആ ദേഷ്യം വന്നാലോ, ആരോ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും തെറ്റ് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ദേഷ്യം വരും. അതൊക്കെ തഖ്വയിൽ നിന്ന് അകന്നതാണ്. ചെറിയ ചെറിയ കാര്യത്തിൽ നമ്മൾ വേഗം ചൂടായി സംസാരിക്കും, തർക്ക വിതർക്കങ്ങളിലേക്ക് കൊണ്ടുപോകും. അതൊക്കെ തഖ്വയിൽ നിന്ന് നമ്മളെ അകറ്റുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തഖ്വ എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായി നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കേണ്ടതാണ്. പൂർണ്ണമായും അള്ളാഹുവിന് വേണ്ടി എല്ലാ ബുദ്ധിമുട്ടും സഹിക്കുന്നവരായിരിക്കും. അതിനുവേണ്ടി ധൈര്യവും സ്നേഹം പ്രകടിപ്പിക്കുന്നവരായിരിക്കും. അവർ ക്ഷമ ഭയങ്കരമായിരിക്കും അവർക്കുണ്ടാവുക. ആ യഥാർത്ഥ അർത്ഥത്തിൽ മനുഷ്യന് എല്ലാ മരണത്തിനുമേൽ മരണം സ്വീകരിക്കുന്നില്ലെങ്കിൽ അവന് മുത്തക്കിയായി തീരാൻ സാധിക്കുകയില്ല. കുറേ സ്വപ്നങ്ങൾ വന്നുകൊണ്ട് ഇൽഹാമുകളുണ്ടായിരുന്നാൽ അവൻ മുത്തക്കിയായി എന്നാൽ ചിലരൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ഇൽഹാമുകളും സ്വപ്നങ്ങളും പിന്നിൽ പോകണ്ട. അതൊക്കെ തഖ്വയുടെ പിന്നിൽ നിങ്ങൾ അതല്ലാതെ ഇതിലേക്കല്ല പോകേണ്ടത്. ഞാൻ ഇത്ര സ്വപ്നം കണ്ട് വലിയ അഹങ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്ര ഇൽഹാമുകളുണ്ടായി ഒന്നും പറയേണ്ട. മുത്തക്കിയാണെങ്കിൽ അവരുടെ ഇൽഹാമുകൾ ശൈത്യമായിരിക്കും. തഖ്വ ഇല്ലെങ്കിലോ ഈ ഇൽഹാമുകളും വിശ്വസിക്കാൻ കൊള്ളാത്തതായിരിക്കും. അതിൽ നമ്മൾ വിശ്വസിക്കാൻ കൊള്ളില്ല. അതൊന്നും ശൈത്താൻ്റെ ഒരു ഭാഗം ഉണ്ടാവും അതിലൊക്കെ. തഖ്വേ ഇല്ലെങ്കിൽ പിന്നെന്താണ്? ശൈത്താനിക സ്വപ്നങ്ങളും വരും. അതുകൊണ്ട് സ്വപ്നം കൊണ്ടു വലിയ മുത്തക്കിയാണെന്ന് കരുതേണ്ട. ഇതങ്ങനെ ഒരു മുത്തക്കിങ്ങൾ അളക്കണ അതൊന്നുമല്ല. അവൻ്റെ തഖ്വയാണ് യഥാർത്ഥത്തിൽ. അത് അവൻ്റെ ഭൗതിക പ്രവർത്തനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവോടുള്ള കടമയും സൃഷ്ടികളുടെ കടമയും ശരിക്കും നിറവേറ്റുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതിന് അവർ അള്ളാഹുവിൽ നിന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ ചില കാര്യങ്ങൾ എപ്പോഴും തന്നെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. ഈ ഒരു പാഠമാണ് ഈ പെരുന്നാൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ കാര്യത്തെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഈ കുർബാനയുടെ പെരുന്നാൾ, ഈ ബലിമൃഗങ്ങളെ നമ്മൾ അറക്കുന്നത്, ഒട്ടകങ്ങളെ അറക്കുന്നത് ഒരു ഗുണവും നമുക്ക് ചെയ്യുകയില്ല. ഇത്
മനസ്സിലാക്കുന്നില്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് ആളുകളെ ഹജ്ജ് സ്വീകരിച്ചില്ലോ. ഒരു വ്യക്തിയുടെ ഹജ്ജ് ചെയ്യാത്ത വ്യക്തിയുടെ ഹജ്ജ് സ്വീകരിച്ചു, തഖ്വ കാരണത്താൽ നന്മയുണ്ടായിരുന്നു അതുകൊണ്ട് സ്വീകരിച്ചു എന്ന് പറയുന്നത് പോലെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുർബാനികൾ എത്രയോ ചെയ്യുന്നുണ്ട്, ബലികൾ എത്രയോ ആൾ കൊടുക്കുന്നില്ലേ. അല്ലാഹ് നമ്മൾ തൃപ്തിപ്പെട്ടു എന്നാണ് അതിനർത്ഥം. യഥാർത്ഥത്തിൽ അതിലൂടെ നമുക്ക് അഹങ്കാരം ഉണ്ടാവുകയല്ല വേണ്ടത്. നമ്മളിൽ തക്വ ഉണ്ടാകുന്നത്, അതായത് നമ്മുടെ ജീവനും വലയും സമയവും എല്ലാം തന്നെ ചെയ്യാൻ നമ്മൾ തയ്യാറാണ് എന്നുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ വരണം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ദീനിന് വേണ്ടി എല്ലാ ത്യാഗം ചെയ്യുന്നവരെ നമ്മൾ പറയണം. എല്ലാ സമയവും നമ്മൾ തയ്യാറാണ് എന്നുള്ളതും അള്ളാഹിനെ പ്രീതി കരസ്ഥമാക്കുന്നതിന് എപ്പോഴും പരിശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. നമ്മുടെ ഇബാദത്തുകളുടെ സ്ഥാനം ഉയർത്തേണ്ടതാണ്, നമ്മുടെ സ്വഭാവ സംസ്കരണം വരുത്തേണ്ടതാണ്, ഉന്നത നിലവാരം വരുത്തേണ്ടതാണ്, മറ്റുള്ളവരോടുള്ള ബന്ധം നല്ലതാക്കേണ്ടതാണ്. ശത്രുക്കളോട് പോലും നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ പെരുന്നവരായിട്ട് നമ്മളെ സ്വാധീനിക്കുന്നവരായി മാറേണ്ടതാണ്. അത് തബ്ലീഗിനും ഇതന്നെ ചെയ്യേണ്ടത്. യഥാർത്ഥ രീതിയിൽ നിങ്ങൾ സ്വഭാവം കാണിക്കുകയാണെങ്കിൽ, നല്ല ശത്രുക്കളോടുകൂടി നല്ല രീതിയിൽ വർദ്ധിക്കുകയാണെങ്കിൽ അവരും നിങ്ങളെ സുഹൃത്തുക്കളായി മാറുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരിക്കലും തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുർബാന ചെയ്ത് ഓക്കെ എല്ലാമായി എന്ന് കരുതി കയ്യും കെട്ടിയിരിക്കേണ്ട കാര്യമില്ല. അല്ലാതെ നമുക്ക് നല്ല രീതിയിൽ അതിനുള്ള തൗഫീക്ക് നൽകുകയായിരിക്കും. ആ കുർബാനയുടെ അഹമ്മത്ത് മനസ്സിലാക്കാനും മഹത്വം മനസ്സിലാക്കാനും നല്ല പ്രവൃത്തി ചെയ്യാനും തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ ആ ഇബാദത്തുകൾ നിലവാരം ഉയർത്താനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. എല്ലാ രീതിയിലും നമുക്ക് മുസ്ലിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു ഇസ്ലാമിക അധ്യാപനത്തിന് ഏതൊരു നിലവാരത്തിലേക്ക് എത്താണ് നമ്മൾ ആഗ്രഹിച്ചത് അത് കരസ്ഥമാക്കുന്നവരായി നമ്മളായി തീരട്ടെ. തഖ്വയിൽ മുന്നേറുന്നവരായി നമ്മൾ മാറട്ടെ. ദുആ ഇനി നമ്മൾ ചെയ്യുന്നതാണ്. ആദ്യമായിട്ട് പാകിസ്ഥാനിലെ അഹമ്മദികളെ ഓർക്കുക. അവിടെയുള്ള അക്രമപരമായിരിക്കുന്ന നിയമത്തിൻ്റെ കാരണത്താൽ അവർ ജീവനെല്ലാം തന്നെ ത്യജിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇബാദത്ത് അവർക്ക് ചെയ്യാൻ കഴിയാത്ത, നമസ്കരിക്കാൻ അവിടെ പെരുന്നാൾ നമസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, അവർ കുർബാന ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ല. അവർക്ക് അതായത് അവർ വീട്ടിൻ്റെ ഉള്ളിൽ പോലും നമസ്കരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത്. തൗഫീക്കുള്ളവർ അവർ കുർബാന ചെയ്യുന്നത്, അവർക്ക് കുർബാന ചെയ്യാൻ അവർക്ക് വീടിൻ്റെ അകത്ത് കുർബാന ചെയ്യാനോ വേറെ എവിടെയും കുർബാന ചെയ്യാനോ ബലി ചെയ്യാനുള്ള തൗഫീക്ക് അവർക്ക് ലഭിക്കുന്നില്ല. വലിയൊരു അക്രമമാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള സംവിധാനത്തിൻ്റെ ഉടനെ തന്നെ അവർ വന്ന് പോലീസ് അവിടെ വന്ന് അവരെ പിടിച്ചു കൊണ്ടുപോകുന്നു. എന്തോ വലിയൊരു അക്രമം ചെയ്തതുപോലെയാണ് അത് പറയുന്നത്. യഥാർത്ഥ മുജ്രിമീങ്ങളെ, കുറ്റവാളികളെ, ലോകത്ത് കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരെ അവരെ പിടിക്കാൻ ആരുമില്ല അവിടെ. അവർ സ്വതന്ത്രരായി വിലാസിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. ഏതായിരുന്നാലും അള്ളാഹു പാകിസ്ഥാനി അഹമ്മദികളുടെ അവസ്ഥ നന്നാക്കട്ടെ. അവർക്ക് അക്രമത്തിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കുമാറാകട്ടെ. അവരുടെ ത്യാഗങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതേപോലെ അസീരാൻ ജൈവത്തിൻ്റെ മാർഗത്തെ തടവുകാരായിരിക്കുന്ന ആളുകളുണ്ട്. അവർ തടവിൽ മോചിതരായി തീരുമാറട്ടെ. വലിയ ത്യാഗമാണ് അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അവരുടെ പൂർവികരുടെ ത്യാഗങ്ങളെ നിലനിർത്താൻ അവർക്ക് തൗഫീഖ് നൽകുമാറട്ടെ. എല്ലാ ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി ദുആ ചെയ്യുക. ഓരോ അഹമ്മദികൾക്കും വേണ്ടി ദുആ ചെയ്യുക. നമ്മുടെ തഖ്വയുടെ നിലവാരം ഉയർത്തുമാറാകട്ടെ. ഈദ് മുബാറക്ക് പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും. ചിലർക്കും പല പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിലേക്ക് അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മളൊക്കെ ഈദ് ആഘോഷിക്കുന്നത്. അതുകൊണ്ട് എല്ലായിടത്തും ഈ ത്യാഗങ്ങളൊക്കെ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുക. നമ്മളതിനെ സന്തോഷത്തോടുകൂടി ഈ ത്യാഗങ്ങളൊക്കെ സ്വീകരിക്കുമ്പോൾ നമ്മളൊക്കെ ത്യാഗങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യുന്നതായിരിക്കും. പാകിസ്ഥാനിലും ഈദാണ്. പല സ്ഥലത്തും ഇവിടെ വീടുകളിൽ ഒളിച്ച് പാത്തും പതുങ്ങിയാണ് അവർ നമസ്കരിച്ചിരിക്കുന്നത്. ഈ അക്രമത്തെ, അന്ധകാരത്തെ അല്ലാഹു അകറ്റുമാറാകട്ടെ. യഥാർത്ഥ രീതിയിൽ ത്യാഗം ചെയ്യുന്നവരായിട്ട് ഇരുന്ന് ഇനി ദുആ ഇരുന്നതിന് ശേഷമാണ്. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله
عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر. दुआ कर लें. आमीन. अस्सलाम वालेकुम रहमतुल्लाह. वालेकुम अस्सलाम.